ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ പോണെന്ന് പറഞ്ഞാല് സൗദി ബോർഡർ കാട്ടോ. ഒരു ട്രിപ്പ് തന്നെ 110 കിലോമീറ്റർ, 1 മണിക്കൂറുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ 4 മണിക്കൂറൊക്കെ എടുക്കും. നമ്മൾ നേരെ പോയി സൂപ്പർ മാർക്കറ്റിന് പോയത് നമ്മളൊരു ഡയറി വാങ്ങാൻ. കാരണം തരാം നമുക്ക് അവിടെ ചിത്രം വരക്കണല്ലോ. എന്നിട്ട് നേരെ നമ്മൾ ഓലെടുത്ത് പോയി. ഓലെടുത്ത് പോയപ്പോണെങ്കിൽ ഒരു 1/2 മണിക്കൂർ പോസ്റ്റ് ടൈം ചെയ്ത് റെസ്റ്റോറന്റ് എന്തോ കത്തിരി എന്തോ ഇപ്പല്ല തൊട്ടപ്പുറത്ത് തന്നെ ഇടും പുതിയതൊന്നും ഓപ്പൺ ആക്കണം. അപ്പൊ അതിന്റെ ഇന്റീരിയർ നമുക്കാണ് ചെയ്യാനുള്ള കിട്ടില്ല പൊടിയൊക്കെ സ്ഥലം ഇതാണ് കഫ്തീര ഉണ്ടാക്കാൻ വിചാരിച്ച സ്ഥലം. ഇതിൻ്റെ ഉള്ളിലാണ് ഡിസൈൻ ചെയ്യണം നമ്മൾ ഇന്റീരിയർ. അപ്പൊ ഇവിടെ ഉണ്ട് നമ്മൾ ഇന്റീരിയർ ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ഇത് ഫുള്ള് സെറ്റാക്കി കൊടുക്കട്ടോ. ഓൽക്ക് നമ്മളിപ്പോൾ സൈറ്റിൽ ഫുള്ള് ഡിസ്കഷനിലാണ് നമ്മളുള്ളത്. ഫുൾ തിരക്കിലാണ് സൈറ്റ് മൊത്തം. നമ്മൾ ഫുള്ള് അളവെടുക്കണം. നമ്മൾ എന്തൊക്കെ വേണം, ഇവിടെ എന്താണ് വേണ്ടത്, ഇവിടെ നമുക്ക് ചായപ്പീട വേണോ, ഇവിടെ പാട്ട് അടിച്ചത് വേണോ, ഡിസ്കഷനിലാണ് നമ്മളുള്ളത്. കുറച്ചായിട്ട് വരാം, ഞാനും തിരക്കിലാണ്. നമ്മളെ അളവെടുക്കൽ കഴിഞ്ഞപ്പോൾ 3 മണി ആയിട്ടോ. കാരണം ഫുഡേക്കാൾ ടൈമായി, വിശക്കൽ തുടങ്ങി. എന്നാ 160 കണ്ടെന്ന് പറഞ്ഞാൽ മൂപ്പർ കത്തിച്ച് വിടൽ തുടങ്ങി. കാരണം മൂപ്പർക്ക് വിശക്കുണ്ട്. പിന്നെ 160ന്റെ ഒരു പൊലിവിലാണ് മൂപ്പരുള്ളത്. 160 വിഷയമുള്ളതല്ല. 160 ഇങ്ങനെ പോയിട്ടില്ല. ഫുഡേക്കാളും തിരക്കിലാണ്. ഫുഡേക്കാളും തിരക്ക് 160 പോയിട്ടൊക്കെ ഈ കൂടെ അങ്ങാടി കൂടെ ഒരു പോണേ. ഇവിടെ റെസ്റ്റോറന്റ് ഇല്ല. കാരണം 7 നോക്കിയാൽ മതി പോകും. ലൊക്കേഷൻ ഇട്ട് നോക്കിയപ്പോൾ 50 കിലോമീറ്റർ അപ്പുറത്താ റെസ്റ്റോറന്റ് ഉള്ളത്. സാർ 50 കിലോമീറ്റർ എത്തി നോക്കുമ്പോഴോ പണിയെടുക്കുന്ന റെസ്റ്റോറന്റും അപ്പനെ നേരെ 160 ഇങ്ങോട്ട് തിരിച്ചാണ് വിട്ട്. നമ്മളിവിടെ ഉള്ളത് സ്ഥിരയില്. ഇവിടെ സ്ഥലത്ത് ചിക്കു സാറ് വിളിക്കുന്നുണ്ട്. ഇതോടെ സ്ഥലം സിറേ താരിഫ്. നമ്മള് താരിഫിലാണ്. പട്ടിണിയാണ് ഇപ്പൊ ഉള്ളത്. പട്ടിണിയിലാണ്. ഇവിടെ ഒരു ഹോട്ടലില്ല. കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് നമ്മളൊരു ഇവിടെ ഹോട്ടലില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വന്നാണ്. കഴിഞ്ഞ് അങ്ങനെ ഒടുവിലെ യാത്രയില്ല നമ്മള് റെസ്റ്റോറന്റ് കണ്ടുപിടിച്ച്. നല്ല വിശപ്പുള്ളതുകൊണ്ട് അധികം വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. കാരണം വളരെ സമാധാനപ്പെടുത്താനാണ് വിചാരിച്ച നമ്മള്. അങ്ങനെ ഫുഡ് കിട്ടി നോക്കുമ്പോ ഫുഡ് തിന്നാനും വയ്യ. ബീഫൊക്കെ ബാക്കിയായി. ഇത്രയും ബാക്കി. ഓല വിശപ്പ് മാറിയപ്പോ ഓലിന്റെ കൂട്ടാൻ മറന്നുപോയി. ഒരു ആശ്വാസമായി. സൈറ്റിലുള്ള ഡിങ്കോനെ മിങ്കോനെ വണ്ടി എടുത്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് റൂമിൽ പോയി. അപ്പൊ അത്രയുള്ളൂ. ബാക്കി പിന്നെ